ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ആഗോള ശക്തിയാകാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബൃഹത്തായ AI ഉച്ചകോടിക്ക് തുടക്കമായി. ലോകത്തെ സാങ്കേതികവിദ്യാ പ്രമുഖരും നിക്ഷേപകരും നയരൂപകർത്താക്കളും ഒത്തുചേരുന്ന ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് മേഖലയിൽ രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതിനുള്ള വേദിയാകും. സമാപന സമ്മേളനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, OpenAIയുടെ സാം ആൾട്ട്മാൻ, അന്ത്രാപിക് CEO ഡാരിയോ അമോഡി, മെറ്റയുടെ അലക്സാണ്ടർ വാങ് തുടങ്ങിയ സാങ്കേതിക ലോകത്തെ പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ യാൻ ലെകുൻ, ആർതർ മെൻഷ് തുടങ്ങിയ പ്രശസ്ത ഗവേഷകരും ചർച്ചകളുടെ ഭാഗമാകും. രാജ്യത്തെ ജനങ്ങളുടെ ഡിജിറ്റൽ വിവരശേഖരവും ആധാർ അടക്കമുള്ള ശക്തമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗപ്പെടുത്തി AI രംഗത്ത് കുതിച്ചുചാട്ടം നടത്താനാണ് രാജ്യത്തിന്റെ ലക്ഷ്യം. AI ഉച്ചകോടി ബുദ്ധിയും യുക്തിബോധവും സാങ്കേതികവിദ്യയെ ഉപയോഗപ്രദമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓസ്ട്രേലിയയുടെ ശാസ്ത്ര സാങ്കേതിക ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ സഹമന്ത്രി ആൻഡ്രൂ ചാൾട്ടൺ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കും. വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെയും തീമാറ്റിക് സെഷനുകളിലൂടെയും പൊതുനന്മയ്ക്കായുള്ള കമ്പ്യൂട്ടർ ഫ്രെയിംവർക്കുകൾ, AI കോമൺസ് എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനക്ഷമമായ നിർദ്ദേശങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. വിശ്വസനീയവും ധാർമ്മികവുമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉറപ്പാക്കുകയാണ് പ്രധാനമായും AI സമ്മിറ്റ് ലക്ഷ്യമിടുന്നത്. 45-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തമാണ് ഉച്ചകോടിയിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.